അൽ ഹിഫ്ലുൽ ബതീഉൽ ഹാദി ഉൽ മുഹ്കം, സാവധാനത്തിലുള്ള സാവകാശമുള്ള ഉറച്ച ഹിഫ്ലാണ്. അഫ്ളലു മിനസ് സരീഇൽ മുൻദഫിഅ, വേഗം വന്ന് തെറിച്ചു പോകുന്ന ഹിഫ്ലിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളത്. ഖുർആൻ മനനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നേരത്തെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അള്ളാഹു നമുക്ക് ചെയ്തു തരുന്ന വലിയൊരു നിഅമത്താണ് അള്ളാഹുവിൻ്റെ ഗ്രന്ഥം നമുക്ക് മനനം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത്. ഓരോ മുസ്ലിമും ചെറിയൊരു ഭാഗമെങ്കിലും മനനം ചെയ്യുന്നുണ്ടാകും. പലരും ഖുർആൻ മുഴുവനായിട്ട് മനനം ചെയ്യും. നമ്മുടെ മക്കളെ, നമ്മുടെ വേണ്ടപ്പെട്ടവരെയൊക്കെ ഖുർആൻ ഹാഫിലാക്കാൻ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നേരത്തെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതൊരുപാട് പേർക്ക് ഉപയോഗപ്പെട്ടിട്ടുണ്ട്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്താൻ, നമ്മൾ പലപ്പോഴും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനും അവർ നല്ല മികച്ചവരാകാൻ വേണ്ടി പഠനം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ പഠിക്കാൻ പ്രേരിപ്പിക്കും. അങ്ങനെ പലരും 5 പേജൊക്കെ ദിവസം പഠിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അത് തുടക്കത്തിലല്ല, അവർ 10, 15, 20 ജുസുവൊക്കെ ആകുമ്പോഴാണ് 5 പേജൊക്കെ പഠിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയോ? ഇത് അവസാന ഭാഗത്തേക്കായതുകൊണ്ട് പഠനകാലത്ത് ഇതിൻ്റെ റിവിഷൻ കിട്ടുന്നത് കുറയും. അതുപോലെ തന്നെ റിവിഷൻ കിട്ടിയാലും ഇത് വലിയൊരു ഭാരമായതുകൊണ്ട് വന്ന വേഗത്തിൽ തന്നെ കുറച്ചായി മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ സാധാരണ ഭക്ഷണമൊക്കെ പാചകം ചെയ്യുമ്പം വളരെ സ്പെഷ്യൽ വിഭവങ്ങളെ പറ്റി നമുക്ക് കേൾക്കാൻ പറ്റും. ഇത് സ്ലോ കുക്ക് ചെയ്തതാണ്, ലോ ഫ്ലെയിമിൽ സ്ലോ കുക്ക് ചെയ്തതാണെന്നൊക്കെ പറയാറുണ്ട്. ഇതേപോലെ ഖുർആൻ്റെ ഒരു നിയമം ഹിഫ്ദിലെ വിദഗ്ധനായ ഷെയ്ഖ് യഹ്യ അബ്ദുൽ കരീം അൽ ഗൗസാനി പതിറ്റാണ്ടുകളുടെ ഖുർആനിക സേവനം നടത്തി ഇന്ന് ലോകത്ത് ഏറ്റവും പ്രചാരത്തിലുള്ള ഖുർആൻ വിജ്ഞാനീയങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ദാറുൽ ഗൗസാനിയുടെ അമരക്കാരൻ ഷെയ്ഖ് യഹ്യ അബ്ദുൽ കരീം അൽ ഗൗസാനി എങ്ങനെ ഹിഫ്ള് ചെയ്യണം എന്നൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അതിൽ ഒരുപാട് നിയമങ്ങൾ, ഖായിദകൾ വിവരിക്കുന്നുണ്ട്. അതിലൊരു ഖായിദയാണ് അൽ ഹിഫ്ലുൽ ബതീഉൽ ഹാദി ഉൽ മുഹ്കം, സാവധാനത്തിലുള്ള സാവകാശമുള്ള ഉറച്ച ഹിഫ്ലാണ്. അഫ്ളലു മിനസ് സരീഇൽ മുൻദഫിഅ, വേഗം വന്ന് തെറിച്ചു പോകുന്ന ഹിഫ്ലിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളത്. അദ്ദേഹം മുൻഗാമികളുടെ ആസാറുകളൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. ഖതീബ് ബഗ്ദാദിയുടെ ഒക്കെ കുറച്ചായിട്ട് ഉറപ്പിച്ച് പഠിക്കലാണ് ഏറ്റവും നല്ലത്. അഥവാ 5 പേജ് പഠിക്കാൻ കഴിവുള്ള കുട്ടിയെ നമ്മൾ അഭിനന്ദിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരു സഹാബി സഫിലേക്ക് ഓടി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തെ അഭിനന്ദിച്ചു. എന്നിട്ട് പറഞ്ഞു, പതുക്കെ വരലാണ് നല്ലത്, സാവകാശത്തിൽ ഗാംഭീര്യത്തോടെ വരലാണ് നല്ലത്. ഇതേപോലെ ഇവരുടെ മിടുക്കിനെ, കഴിവിനെ, ആഗ്രഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് തന്നെ പറയാണ്, 5 പേജുകൾ മഗ്‌രിബിന് ശേഷം ഇരുന്ന് പഠിക്കുന്നു. 1 മണിക്കൂർ സമയം കൊണ്ട്, അല്ലെങ്കിൽ 1.5 മണിക്കൂർ സമയം കൊണ്ട് 5 പേജ് പഠിക്കുമ്പോൾ ഒരു 15-20 മിനിറ്റൊക്കെ ആയിരിക്കും ഒരു പേജിനെ കിട്ടുന്നുണ്ടാവുക. നിങ്ങൾ അതേ സമയം തന്നെ സമയം കുറക്കണ്ട, ആഗ്രഹം കുറക്കണ്ട, പേജിൻ്റെ എണ്ണം ഒന്ന് കുറച്ച് അതിനുവേണ്ടി ചിലവാക്കുന്ന സമയം കൂട്ടി കൂടുതൽ ഉറപ്പായിട്ട് ഹിഫ്ള് പഠിക്കുകയാണെങ്കിൽ അതായിരിക്കും വേഗം പഠിച്ചു പോകുന്നതിനേക്കാൾ നല്ലത്. ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും ഒരുപാട് വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും ഇത് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അൽ ഹിഫ്ളുൽ ബതീഉൽ ഹാദി ഉൽ മുഹ്കം, ഉറപ്പുള്ള സാവകാശമുള്ള ശാന്തമായ ഹിഫ്ള്, ലോ ഫ്ലെയിമിൽ സ്ലോ കുക്ക് ചെയ്തത്. ഇതാണ് അഫ്ളലു മിനൽ ഹിഫ്ളി സരീഇൽ മുൻദഫിഅ. വേഗം പഠിച്ച് പെട്ടെന്ന് മറന്നു പോകാൻ ചാൻസ് ഉള്ളതിനേക്കാൾ ഒരുപാട് അപാര കഴിവുള്ള ഏതെങ്കിലും വ്യക്തികളൊക്കെ ഉണ്ടാവേ, ഞാൻ പൊതുവായിട്ടുള്ള അവസ്ഥ പറയാണ്, ആരാണെങ്കിലും കൂടുതൽ സമയം കൊടുത്ത് പതുക്കെ പഠിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്.